എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വളരെ പ്രധാനപ്പെട്ട ഉറക്കത്തെ സംബന്ധിക്കുന്ന ഒരു റിസർച്ചിനെ കുറിച്ച് പറയാം. ഈ അടുത്ത കാലത്തുണ്ടായ 2025 കൂടി തീർന്നതാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഉറക്കമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അത് വളരെ ബൃഹത്തായ ഒരു പഠനമായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ അത് റിസർച്ച് തന്നെ 2016 തുടങ്ങിയിട്ട് 2025 അപ്ഡേറ്റ് ചെയ്തത് തീർത്തത്. ലാർജ് പോപ്പുലേഷൻ സ്റ്റഡി, മെറ്റാ അനാലിസിസ്, ലോഞ്ചിറ്റ്യൂഡൽ കാർഡിയോവാസ്കുലർ റിസ്ക് സ്റ്റഡീസ്, ജനറ്റിക് ആൻഡ് സ്ലീപ്പ് ഡിസോർഡർ റിസർച്ച്, ഇങ്ങനെ പല യൂണിവേഴ്സിറ്റികളായിട്ടാണ് റിസർച്ച് ബോഡീസ് ഇൻവോൾവ് ചെയ്തിരുന്നത്. അപ്പം ഒരു മൾട്ടിപ്പിൾ മേജർ യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ റിസർച്ചായിട്ട് നടത്തിയ ഈ ഒരു ഇൻ്റർനാഷണലി പോപ്പുലേഷൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കാർഡിയോ വാസ്കുലർ റിസർച്ച് ഡേറ്റാബേസിനെ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും അക്കാഡമിക് കാർഡിയോളജി റിസർച്ച് സെൻറ്റേഴ്സാണ് കൂടുതലും അതിനകത്ത് പങ്കെടുത്തിരുന്നത്. അപ്പോൾ NIH ലിങ്ക്ഡ് പോപ്പുലേഷൻ സ്റ്റഡി ഉണ്ടായിരുന്നു, സ്ലീപ്പ് മെഡിസിനും ഉള്ള ലാബോറട്ടറീസും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള കണ്ടെത്തൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രധാന രോഗങ്ങൾക്ക് കാരണം ഉറക്കത്തിൽ വരുന്ന കുറവാണ്. അപ്പോൾ കോർ റീസെർച്ച് ഫൈൻഡിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന 5-6 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുന്നതാണ്. അങ്ങനെയല്ല, അഡൽട്ടായിട്ടുള്ളവരും ഒരു 7 മുതൽ 9 മണിക്കൂർ വരെ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടണം. അപ്പോൾ നമുക്ക് ഹൃദയരോഗം വന്ന് മരിക്കാതിരിക്കണമെങ്കിൽ എല്ലാവരും തന്നെ 7 മണിക്കൂറിന് മുകളിലായിരിക്കണം. ഒരു കാരണവശാലും അതിൻ്റെ താഴെ പോകരുത്. ഷോർട്ടർ സ്ലീപ്പ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കുന്നു, കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കുന്നു, സ്ട്രോക്ക്, ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങളും. അപ്പോൾ ഈ 6 മണിക്കൂറൊക്കെ ഉറങ്ങുന്ന ആൾക്കാരിൽ ഏതാണ്ട് 20% ഹയർ റിസ്ക് അവർ കണ്ടെത്തി. പിന്നെ ഷോർട്ടർ സ്ലീപ്പ് ഉള്ളതിൽ പൊതുവെ 45% കൊറോണറി ഹാർട്ട് അറ്റാക്ക് റിസ്ക് കണ്ടെത്താനായിട്ട് പറ്റി. അപ്പോൾ ഈ ലോങ് സ്ലീപ്പ്, അതായത് 9 hours ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അസുഖം വളരെ കുറഞ്ഞു കണ്ടു. ഓക്കെ, ഇതൊരു കാർഡിയോ മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ വരുന്നത് നോക്കുമ്പോൾ ഈ കാർഡിയോ വാസ്കുലർ മൊർട്ടാലിറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഉറക്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ലീപ്പ് ക്വാളിറ്റി വരണം. ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ് വരുന്നുണ്ട്, പുവർ സ്ലീപ്പ് വരുന്ന ആൾക്കാരുണ്ട്, ഇറഗുലർ സ്ലീപ്പ്. അപ്പോൾ ഈ ഇറഗുലർ ടൈമിങ്ങിൽ അപ്പോൾ ലേറ്റ് ബെഡ് ടൈമിൽ മിഡ് നൈറ്റ് കഴിഞ്ഞ് ഉറങ്ങുന്നവരുണ്ട്. പിന്നെ ഈ സ്ലീപ്പ് ഡിസോർഡേഴ്സ് കൊണ്ട് ബുദ്ധിമുട്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ചെയ്യുന്ന. അപ്പോൾ ഈ കാര്യമായിട്ട് കൂർക്കം വലിക്കുന്നത് ഉറക്കം ഇല്ലാത്ത ആൾക്കാരും കേരളത്തിൽ തന്നെ ഇന്ന് ഒരുപാട് സ്ഥലത്ത് വീട്ടിൽ വന്ന് 24 hours സ്ലീപ്പ് സ്റ്റഡി ചെയ്യാനായിട്ടുള്ള സംവിധാനം കിട്ടും. അപ്പോൾ അതിൻ്റെ ഡേറ്റ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് വെച്ചിട്ട് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹയർ റിസ്കിലുള്ള ആൾക്കാർ വളരെ ഫെയ്റ്റലാണ്. അപ്പോൾ ഈ ഒരു കോസ് വരാവുന്നത് ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ഹൈപ്പോക്സിയ, BP സ്പൈക്സ് വരിക, മറ്റ് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഈ ഉറക്കമായിട്ട് ബന്ധപ്പെട്ട പല സംഭവങ്ങൾ. അപ്പോൾ ഒരു ജനറ്റിക് ഡിസ്പോസിഷൻ കൊണ്ടായിരിക്കും ലിങ്ക് ടു ഹയർ കൊറോണറി ആർട്ടറി ഡിസീസ് റിസ്ക് വരുന്നത്. അതുപോലെ തന്നെ ബയോളജിക് മെക്കാനിസം ഐഡൻറ്റിഫൈഡ് ആസ് എ സ്ലീപ്പ് ഡിപ്രിവിയേഷൻ കോസസ്. അപ്പോൾ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഓവർ ആക്ടിവേഷനാണ്. നമുക്ക് കോർട്ടിസോൾ ബോഡിയിൽ വല്ലാതെ കൂടും. അപ്പോൾ നമുക്ക് ഹാർട്ട് ബ്രെയിൻ ആക്സിസ് ഹൈപ്പർ ആക്ടിവേഷൻ വരും, എലവേറ്റഡ് BP നമുക്ക് വരും. അപ്പോൾ ഇത് വളരെ കാര്യമായിട്ട് ഒരു ഇൻക്രീസ്ഡ് ഇൻഫ്ലമേഷൻ, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ, നമ്മുടെ ബ്ലഡ് കുഴലിനകത്ത് സ്കിന്ന് പോലെ സംഭവമുണ്ട്, അതിന് ഡിസ്ഫങ്ഷൻ വരുന്നു. പ്രധാനമായിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു, വെയിറ്റ് ഗെയിൻ വരുന്നു, പ്രത്യേകിച്ച് വിസറൽ ഫാറ്റ് കൂടുന്നു. അപ്പോൾ ഇൻക്രീസ്ഡ് ഇൻറ്റീരിയർ ആർട്ടീരിയർ സ്റ്റിഫ്നെസ് വരുന്നു. ഈ മെക്കാനിസം ഡയറക്റ്റ്ലി കാർഡിയോ വാസ്കുലർ ഡിസീസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ഇതൊരു ബിഹേവിയറൽ പാത്വേ ആണൊരു പുവർ സ്ലീപ്പ് വർഷം ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് നമ്മുടെ ഡയറ്ററി ക്വാളിറ്റിയിലാകാം, സ്ട്രെസ് ലെവലാകാം, ഫിസിക്കൽ ഇന്നാക്ടിവിറ്റി ആകാം, ടുബാക്കോ ആകാം, ആൽക്കഹോൾ ആകാം, ഡിപ്രഷൻ ആകാം. അപ്പോൾ ഫെർദറായിട്ട് ഇതിനെ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ അമേരിക്കൻ ഹാർട്ട് ഫൗണ്ടേഷൻ്റെ റെക്കമെൻഡേഷൻ വെച്ച് നോക്കുമ്പോൾ ഈ
അപ്പം നമുക്കൊരു 8 അവേഴ്സിൻ്റെയെങ്കിലും ഫ്രെയിം വർക്ക് നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങണം. അപ്പോൾ 7 to 9 അവേഴ്സാണ് നമുക്ക് അഡൽട്ടിന്. അതേസമയത്ത് നമ്മുടെ ടീനേജേഴ്സ് ആണെങ്കിൽ അവർക്ക് 8 to 10 അവേഴ്സ് ഉറങ്ങണം. കുട്ടികളാണെങ്കിൽ 9 മുതൽ 12 മണിക്കൂർ വരെ കുട്ടികൾ, പ്രത്യേകിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇത്രയും സമയമൊക്കെ ഉറങ്ങണം. യങ് ചിൽഡ്രൻ അവരൊരു 10-16 മണിക്കൂർ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന നാപ്സ് എല്ലാം ഉൾപ്പെടെ. അപ്പോൾ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ അവരുടെ ബോഡി ഭംഗിയായിട്ട് മോഡിഫൈ ചെയ്ത് കാർഡിയോ വാസ്കുലർ റിസ്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എക്സസൈസ് പോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന കഴിഞ്ഞ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കം. അപ്പം ഈ മേജർ കൺക്ലൂഷൻ, അപ്പോൾ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷറി അല്ല, നെസസിറ്റിയാണ്. ഉറക്കം കഴിഞ്ഞാൽ മറ്റെന്തും ഉള്ളൂ എന്നുള്ളൊരു തീരുമാനം തന്നെ. അത് നമുക്ക് വളരെ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആകും. ഇൻസഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി അത് വർഷങ്ങളോളം അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു മെസ്സേജ്. അപ്പം നമ്മുടെ ഇതിനകത്ത് നമുക്ക് അനുഭവിക്കുന്ന ഫാക്ടേഴ്സ് ഡയറ്റ് ആകാം, എക്സസൈസ് ആകാം, ബ്ലഡ് പ്രഷർ കൺട്രോൾ ആകാം, ഇല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ മാനേജ്മെൻ്റ് ആകാം, കൊളസ്ട്രോൾ റെഗുലേഷൻ ആകാം. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ രാത്രി രഹസ്യം നമ്മളിപ്പോൾ പുറത്താവുക ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർമാരെല്ലാവരും തന്നെ ഒരുപക്ഷേ ഈ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് തന്നെ ഇത് വേണമെങ്കിൽ ഓൺലൈനിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുത്ത് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾ സ്വയമായിട്ട് ബോധ്യപ്പെടുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഈവനിങ് കറക്റ്റായിട്ടൊരു റൊട്ടീൻ ഉണ്ടാവണം. അപ്പോൾ അതൊരു സീക്രട്ട് ടൈമായിട്ട് നമ്മൾ ഒരു 9-9:30 കഴിയുമ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് തുടങ്ങണം. നമ്മൾ രാത്രി ഒരു ക്ഷേത്രമെന്ന് കരുതുക. അപ്പോൾ 9 മുതൽ 11 വരെ, 9:30 മുതൽ 11 വരെ നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകാനുള്ളൊരു സന്നിധാനമാണ് അത് തുറക്കാനായിട്ടുള്ള ഇതെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 9 കഴിഞ്ഞാൽ ഒരു ജോലിയും നമ്മൾ ചെയ്യൂല എന്നുള്ളൊരു തയ്യാറെടുപ്പ് ഇപ്പം തന്നെ മനസ്സിൽ തയ്യാറാക്കണം. അപ്പോൾ ഈ മനസ്സിന് നമ്മൾ ഓഫീസ് വാതിലങ്ങ് അടയ്ക്കണം സിംബോളിക്കായിട്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു വർക്കും ചെയ്യരുത്. 9 o'clock ആയിരിക്കണം ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നെങ്കിൽ. അത് കഴിഞ്ഞ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കാതിരിക്കുക. അതിനുശേഷം ചെയ്യാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ മുമ്പ് നമുക്ക് ഒരു നല്ല വാമായിട്ടുള്ള ചൂടുവെള്ളത്തിലൊരു കുളി നന്നായിട്ടിരിക്കും, സംഘർഷങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഒരു ബോഡി കൂളാകുന്ന സ്ലീപ്പിനെ അപ്രോച്ച് ചെയ്യാനായിട്ടുള്ള സമയമാണ്. അപ്പം നമുക്കൊരു മൈക്രോ റിച്വൽസായിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ലഘു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെർബൽ ടീയോ അല്ലെങ്കിൽ നമ്മൾ വായനയിലേക്കോ അപ്പോൾ ശ്വാസം ബ്രീതിങ് എക്സസൈസിലേക്കോ ഇങ്ങനെ നമ്മൾ ദിവസവും അപ്പോൾ ഉറക്കത്തിന് മുമ്പ് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ദിനചര്യ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ അത് റെപ്പറ്റേറ്റീവായിട്ട് നമ്മൾ ബ്രെയിൻ ഒരു റിതം തന്നെ കൊണ്ടുവരണം. നാളെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ദിവസം പിന്നെ ഫ്രീ ആയി. അപ്പോൾ നമ്മൾ നാളെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കി പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് 9 മണിയോടുകൂടി തന്നെ തീരണം. അത് കഴിഞ്ഞ് സീരിയസ് കോൺവെർസേഷൻ 9 o'clock ശേഷം ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം. 9 o'clock ശേഷം സീരിയസ് കോൺവെർസേഷൻ ഒന്നും ചെയ്യരുത്. ഗൗരവമായ ചർച്ചയ്ക്ക് ഒരു രാത്രി കർഫ്യൂ ഇടുക. യാതൊരു കാരണവശാലും ഞാൻ രാത്രി ഗൗരവമായി ചർച്ച ചെയ്യത്തില്ലെന്ന്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗീതം, വായന, എഴുത്ത്, ശാന്തതയിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ഒരുങ്ങി ശാന്തതയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങളുടെ നെർവ് സിസ്റ്റം പൊതുവെ റെഗുലേറ്റ് ചെയ്യണം. അവിടെ പ്രോഗ്രസീവ് മസ്കുലർ റിലാക്സേഷൻ, നമുക്ക് ഓരോ മസിലിനെയും ഇറുക്കി വിട്ട് ശരീരത്തിൽ സമാധാനം വിതറി റിലാക്സ് ചെയ്ത് വരാം. അപ്പം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് ലൈനിൽ പ്രത്യേകമായിട്ടുള്ള മെഡിറ്റേഷൻ ഉണ്ട്. എല്ലാ സമയവും എല്ലാ ദിവസവും ഈ സമയത്ത് തന്നെ നമ്മൾ നിർബന്ധമായിട്ട് തന്നെ ഉറങ്ങാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കാൽ വിരലുകൾ മുതൽ തലവരെയുള്ള എല്ലാ ഭാഗത്തെയും നമ്മൾ നന്നായിട്ട് റിലാക്സ് ചെയ്ത് നമ്മൾ ഇൻറ്റേർണൽ മസിൽസിനെയൊക്കെ റിലാക്സ് ചെയ്ത് റീസ്റ്റോർ ചെയ്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സമയത്ത് ചെറിയ യോഗാസനങ്ങൾ വേണേൽ ചെയ്യാം. ശരീരത്തെ താലോലിക്കുന്ന കാര്യങ്ങൾ നമുക്ക് വേണേൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ചില തായ്ച്ചി പോലുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ
നമുക്ക് പ്രധാനമായിട്ടും ചില ആൾക്കാർ നാമം ജപിക്കുന്നവർ കാണും, ചിലർ അഫർമേഷൻ എടുക്കുന്നത് കാണും, ചില ആൾക്കാർക്ക് മെഡിറ്റേഷൻസ് എടുക്കുന്നത് കാണും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു മൊമെൻറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്യാം. പിന്നെ സെൽഫ് മാസാജ് വിത്ത് സ്ലോ ബ്രീത്തിങ് ആകാം. പിന്നെ നമുക്ക് ശരീരത്തിനോട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനായിട്ട് ശരീരത്തിലുള്ള റിതമിക് ടച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ കപ്പിളാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്ത് കൊടുക്കാം. ജെൻറ്റിൽ ഹമ്മിങ് ഒക്കെ നമുക്ക് നടത്താം. ചെറിയ പാട്ട് പാടാനായിട്ടോ ശബ്ദ നെഞ്ചിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടാകാനായിട്ട് നമുക്ക്. ഇനി ഒരു ബ്രെത്ത് വർക്ക് ചെയ്യണം, റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള. പിന്നെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 6 സെക്കൻഡ് ഉൾശ്വാസം എടുത്ത് വിടുക, പുറശ്വാസത്തേക്ക് വിടുക, പുറത്തേക്ക് നമ്മൾ വിടുക. ഇങ്ങനെ നമുക്ക് ഇൻഹെയിൽ ചെയ്യുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്ന, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കിട്ടും, ഈ ഉറക്കത്തിന് തൊട്ട് മുമ്പ് ചെയ്യാവുന്ന. പിന്നെ ഡയഗ്രാമാറ്റിക് ബ്രീതിങ് വളരെ വൈകിട്ട് വരെ നമുക്ക് ഡയഫ്രം ശരിക്കും ഫീൽ ചെയ്യുന്ന രീതിയിൽ ആഴത്തിൽ ശ്വാസം എടുത്ത് വിട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്ത് കിടക്കുക. നമ്മൾ അഡ്രിനാലിൻ ഉയരുന്നത് ഈ ശ്വാസം എടുത്ത് വിടുന്നത് വളരെ ക്രമപ്പെടുത്താനായിട്ട് നമുക്ക് സഹായകരമായിരിക്കും. ഒരു പെയർ ബ്രീതിങ് മൈൻഡ്ഫുൾനെസ് നമുക്ക് ആ സമയത്ത് ഉപയോഗിക്കാം. പിന്നെ വിശ്വാസത്തിൻ്റെ സ്പർശനത്തിൽ നമ്മൾ ഈ നിമിഷങ്ങളിൽ ശ്രദ്ധ പിടിച്ച് നിർത്തുന്ന ഒരു അവയർനെസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഒരു ഷോർട്ട് ഗൈഡഡ് മെഡിറ്റേഷൻ 20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വളരെ ശാന്തതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ഓഡിയോ ചെവിയിൽ വെച്ച് കേൾക്കുകയും ചെറിയ സ്പീക്കർ, നമുക്ക് ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് പല വിധത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് വേണം, യാത്രയിൽ പോലും ഉപയോഗിക്കാവുന്നത് കിട്ടും. അത് വേണം നമുക്ക്. അപ്പോൾ മന്ദഗതിയിലുള്ള ശ്വാസപരിശീലനം, ഹൃദയ പരിശീലനം, റിലാക്സേഷൻ, നാളത്തേക്കുള്ള മൈൻഡ് കൊണ്ടുള്ള തയ്യാറെടുപ്പ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വറിയെല്ലാം പാർക്ക് ചെയ്ത് വെച്ചേക്കണം, എല്ലാ വറിയും നമ്മൾ. അപ്പോൾ ആശങ്കകളെല്ലാം എഴുതി വെക്കാം. അപ്പോൾ അതിനെ നമുക്ക് ആശങ്കകൾ പേപ്പറിൽ പാർക്ക് ചെയ്യാനായിട്ട് വിടുന്നു. അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ എക്സ്റ്റേണലായിട്ടുള്ള തോട്ടൊന്നും നമ്മളെ കൊണ്ടുവന്ന് ഡ്രെയിൻ ചെയ്ത് പോകാനിട വരരുത്. അപ്പോൾ ചിന്തകൾ സത്യമാകണമെന്നില്ല, അതിന് സംഭവങ്ങളായിട്ട് മാത്രം കാണാം. പിന്നെ നമുക്ക് അതുമായിട്ട് അധികം അകന്നു നിൽക്കുന്നത് ക്ലാരിറ്റി കൂടുതൽ കൂട്ടുകയും നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ 3 മിനിറ്റ്സ് ലോങ് ആയിട്ടുള്ള പ്രാക്ടീസ്, ഈ ആശങ്കകൾ മാറ്റുക, നെഞ്ചിലെ മുറുക്കം ഒഴിവാക്കുക. അപ്പോൾ എന്നിങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് ഓരോന്നിനും ലേബൽ ചെയ്ത് പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഗ്രാറ്റിറ്റ്യൂഡ് ആ ദിവസം ഉണ്ടായിട്ടുള്ള നമുക്ക് അത് കുറിച്ച് വെക്കാം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. രാത്രി ഉറങ്ങുന്നതിനൊരു 3 മണിക്കൂർ മുമ്പാണ് ഭക്ഷണം കഴിക്കേണ്ടത്. 3 മണിക്കൂർ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂറിന് അടുപ്പിച്ച് ഭക്ഷണം കഴിക്കരുത്. പിന്നെ രാത്രിയുടെ അവസാന സമയത്ത് നമുക്ക് പിന്നെ ഈ ലഘുവായിട്ട് എന്തെങ്കിലും വളരെ വിശക്കുവാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം വല്ല അങ്ങനെയൊക്കെ വല്ല കഴിക്കാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഈ ശരീരം ശാന്തമായി ഉറങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ വൈകുന്നേരത്തേക്കൊരു ഡൂ ലിസ്റ്റ് തയ്യാറാക്കണം. ശരീരത്തെ ശാന്തമാക്കാനും വാക്യങ്ങൾ ആവർത്തിക്കാനും സെൽഫ് കമ്പാഷന് വേണ്ടിയും ഒക്കെ ആയിട്ട്. പിന്നെ ഈ രാത്രിയിൽ നമ്മൾ കഫെയിൻ ഒരു കാരണവശാലും കഴിക്കരുത്. ഉറങ്ങുന്നതിന് 8 മണിക്കൂർ മുമ്പാണ് നമ്മൾ കഫെയിൻ ഒഴിവാക്കേണ്ടത്. ഇല്ലെങ്കിൽ അത് നമ്മളെ ഉറക്കത്തെ കാര്യമായിട്ട് ബാധിക്കാനും കാർഡിയോ റിസ്ക് വരാനായിട്ട് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ രാത്രിക്കത്തെ ഹെവി ഡിന്നർ, എത്രയൊക്കെ സൗകര്യമായിട്ട് പാർട്ടികളിൽ കഴിക്കാൻ കിട്ടിയാലും ഹെവി ഡിന്നർ നമ്മൾ കഴിക്കരുത്. അപ്പോൾ നമുക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ആഹാരം മാത്രമേ കഴിക്കാവുള്ളൂ. വിശപ്പുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള വളരെ ചെറിയ രീതിയിലുള്ള ഭക്ഷണം മാത്രം, അല്പം മാത്രം 3 മണിക്കൂർ മുമ്പായിട്ട് സ്ട്രിക്റ്റായിട്ട് നമ്മൾ നിർത്തണം. ഓക്കെ. അപ്പോൾ ഈ കമോമൈൽ പോലുള്ള ശാന്തമായ ചില ഹെർബൽ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ സന്ധ്യ അധിഷ്ഠിതമായിട്ടുള്ള ഭക്ഷണം ആ രീതിയിൽ നമുക്ക് കഴിച്ച് നിർത്തുവാണ്. അപ്പോൾ സർക്കുലേഷൻ, രാത്രി നമുക്ക് നല്ല സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ സ്ക്രീൻ പ്രകാശങ്ങൾ നമ്മൾ മൊബൈലിൻ്റെ ആണെങ്കിലും ലാപ്ടോപ്പിൻ്റെ ആണെങ്കിലും കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും അത് പൂർണ്ണമായിട്ടും. അപ്പോൾ അതുപോലെ മൃദുവായ ഒരു മഞ്ഞ വെളിച്ചം മാത്രമേ നമ്മുടെ റൂമിലുണ്ടാവുള്ളൂ, നല്ല ബ്രൈറ്റ് ലൈറ്റ് ഒന്നും കാണാൻ പാടില്ല. അപ്പോൾ നമുക്ക് സ്ക്രീൻ കർഫ്യൂ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിനും 30 മിനിറ്റ് മുമ്പ്, അതിന് ശേഷം ഒരു മൊബൈൽ വന്നാൽ എടുക്കാൻ പോലും തയ്യാറാകരുത്.
അപ്പം അതുപോലെ തന്നെ ഉറക്കത്തിൻ്റെ സമയത്ത് നമുക്ക് സൈലൻറ്റിലേക്ക് മൊബൈലിനെ വിടണം. ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ വരുന്ന കോളുകൾ പിറ്റേ ദിവസം വിളിക്കാമല്ലോ. ഞാൻ നേരത്തെ കിടന്നു എന്ന് പറയാം. ഓക്കെ. അപ്പം രാവിലെ നമ്മൾ സൂര്യപ്രകാശം നമുക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പ്രകാശം ശരീരത്തിൽ അടിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കണം. അപ്പോൾ പ്രഭാതത്തിലെ പ്രകാശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ കിടക്കുന്ന മുറി കൂളായിട്ടും ഡാർക്കായിട്ടും ക്വയറ്റായിട്ടുള്ള ബെഡ്റൂം ആയിരിക്കണം. നമുക്ക് എറൗസൽസ് ഒന്നും ആഗ്രഹങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഇത് വേണം. ഇപ്പോൾ ചൈനയിൽ ഞാൻ അടുത്ത കാലത്ത് പോയി താമസിക്കുമ്പോൾ എല്ലാ ഹോട്ടലിലും അവിടെ ഒരു ചെവിയിൽ വെക്കാനായിട്ട് 2 ഇയർ പ്ലഗ് വെച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് എന്താ അവിടെ വെച്ചേക്കുന്നത്, സൗകര്യമായിട്ട് ആൾക്കാർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്, ഒരു സൗണ്ടും കേൾക്കാതെ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കണ്ണിൽ വെക്കാവുന്ന ഷെയ്ഡ് കിട്ടും, ചെവിയിൽ വെക്കാവുന്നത് കിട്ടും, ഒരു ശബ്ദം കേൾക്കാതെ സംരക്ഷിതമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. ഇപ്പം നിങ്ങളെ ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിക്കുക ഒരു സമയത്ത് ഇന്ന സമയത്തിന് ശേഷം എന്നെ കിട്ടൂല എന്നുള്ളത്. അത് സ്ഥിരമായി കഴിയുമ്പോൾ ആൾക്കാർ അതനുസരിച്ച് നമ്മളെ വിളിക്കാതായിക്കോളും. അപ്പോൾ കിടക്ക വെച്ചുകൊണ്ട് ജോലികൾ ചെയ്യരുത്. ഉറങ്ങാൻ വേണ്ടി മാത്രം കിടക്കാണ് നമ്മൾ കഴിവതും ഉപയോഗിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഒരു ലോങ് ടൈം റെസീലിയൻസ്. അപ്പോൾ വ്യായാമം രാവിലെ നമുക്ക് ചെയ്യാം. അപ്പം പകലിലേ ചെയ്യാവുള്ളൂ. നമ്മൾ രാത്രി മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ സ്ട്രെച്ചുകളെല്ലാം. അപ്പോൾ പകൽ നമുക്കന്ന് തന്നെയല്ല നല്ല നല്ല എക്സസൈസ് ചെയ്ത് ശരീരം ഒരുവിധം ക്ഷീണിച്ച് എത്രമാത്രം സ്ട്രെച്ച് ചെയ്യാൻ പറ്റും അത്ര ക്ഷീണിച്ചിട്ട് വന്ന് കിടന്നുറങ്ങുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് ധ്യാനിക്കാം. ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പവറൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ധ്യാനത്തിലൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഉറക്കം കൊണ്ടുള്ള ഇതിനെ നമുക്ക് അവസാനം തിരിച്ചു വിളിക്കുന്ന ഒരു ഭാഗം ആ മെഡിറ്റേഷനകത്ത് ഉണ്ടാവില്ല. നിങ്ങൾ അതോടുകൂടി നിങ്ങൾ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പം എല്ലാ ദിവസവും നിങ്ങൾ ഒരു 8-9 മണിക്കൂർ നിങ്ങൾ ഭദ്രമായിട്ട് ഉറങ്ങാനും അതിലൂടെ നിങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഈ പഠനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് പഠനമാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ഐ ഓപ്പണറാണ്. പല കാര്യത്തിനും നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആൻസർ ഇതിനകത്ത് കിട്ടും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ. തന്നെയല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ ജീവിതത്തിലും കൂടെ ഒരു മെച്ചം വരുത്താനായിട്ട് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.